ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. തപോവനം ശ്രീ സത്യസായി സച്ചരിതം പ്രശ്നോത്തരി ഭാഗം 15 അധ്യായം 14. അതിരില്ലാത്ത ദിവ്യാത്ഭുതങ്ങൾ. ഭക്തജനങ്ങളോട് ഷിർഡി സായി അരുളിയത് എന്താണ്? ഈ പാവക്കൂത്തിൻ്റെ ചരട് ഞാൻ വലിക്കുകയാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും ഓർമ്മിക്കുക, നിങ്ങളുടെ പാദങ്ങളിൽ ബന്ധിച്ചിരിക്കുന്ന ചരടിൻ്റെ അറ്റം എൻ്റെ കൈകളിലാണ് എന്ന് ഷിർഡി സായി അരുളി. 1968 ശ്രീ സത്യസായി ദർശനം നേടിയ ജോൺ ഹിസ്ലോപ്പ് ആരായിരുന്നു? ശ്രീ സത്യസായിയുടെ സാമീപ്യത്തിൽ അദ്ദേഹം നേടിയ അനുഭൂതി എന്താണ്? മെക്സിക്കോയിലെ ജോൺ ഹിസ്ലോപ്പ് 16 വയസ്സ് മുതൽ ആധ്യാത്മികമായ അഗാധ സത്യാന്വേഷണത്തിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. പുണ്യാത്മാക്കളായ ഡോക്ടർ ആനി ബെസന്റ്, ജിദ്ദു കൃഷ്ണമൂർത്തി, പരഹംസ യോഗാനന്ദ, മഹർഷി മഹേഷ് യോഗി, സ്വാമി ശിവാനന്ദ, ബുദ്ധ സന്യാസിമാർ എന്നിങ്ങനെയുള്ളവരുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം ആത്മീയ സാധനകൾ ചെയ്തു. പക്ഷേ ഈ സാധനകളുടെയൊക്കെ അവസാനം തൻ്റെ പാശ്ചാത്യ ഹൃദയത്തിലെ പ്രേമധാര വരണ്ടു പോയിരിക്കുന്നതായി അദ്ദേഹം മനസ്സിലാക്കി. 1968 ആദ്യ ദർശനത്തിൽ തന്നെ ശ്രീ സത്യസായി ബാബ സമസ്ത ആധ്യാത്മിക അവബോധത്തിൻ്റെയും അടിസ്ഥാനമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സത്യസായി ബാബ സ്ഥായിയായ പ്രേമമാണെന്നും ആ പ്രേമത്തിൽ പ്രവേശിച്ചതിനാൽ ഈ പ്രപഞ്ചം മുഴുവനും പ്രേമാവൃതം ആണെന്ന അനുഭൂതിയാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. 1973 ബന്ദിപ്പൂരിലെ വനത്തിൽ വെച്ച് സ്വാമി ഹിസ്ലോപ്പിന് സൃഷ്ടിച്ചു നൽകിയ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രൂപം എങ്ങനെയായിരുന്നു? സ്വാമി 2 പുൽനാമ്പുകൾ പൊട്ടിച്ചെടുത്ത് ഒന്നിനു കുറുകെ മറ്റൊന്നായി വെച്ചപ്പോൾ അത് ഒരു കുരിശാണെന്ന് ഹിസ്ലോപ്പ് പറഞ്ഞു. ഒരു കരം കൊണ്ട് അത് മൂടിപ്പിടിച്ചുകൊണ്ട് സ്വാമി മൃദുവായി ഊതി. അപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപം അതിൽ കാണാറായി. ക്രൂശിത വേളയിൽ ജീസസ് ഇങ്ങനെ തന്നെ ആയിരുന്നു. ചിത്രകാരന്മാരും എഴുത്തുകാരും സങ്കല്പിച്ചതുപോലെയോ വിവരിച്ചതുപോലെയോ ആയിരുന്നില്ല. 8 ദിവസം അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നില്ല. ശൂന്യമായ ഉദരം അകത്തോട്ട് വരിഞ്ഞിരുന്നതിനാൽ വാരിയെല്ലുകൾ സ്പഷ്ടമായി കാണാമായിരുന്നു. ഈ കുരിശ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്രിസ്തുവിനെ കുരിശിലേറ്റിയ അതേ കുരിശിൻ്റെ മരത്തിൽ നിന്നാണ്. 2000 വർഷം പഴക്കമുള്ള ആ കുരിശിൻ്റെ ഓരോ തുണ്ടും ശിഥിലമായി പഞ്ചഭൂതത്തിൽ ലയിച്ചിരുന്നു. ആ മൂലകങ്ങൾ ശേഖരിക്കുവാൻ എനിക്ക് കുറച്ചു സമയം വേണ്ടിവന്നു. കുരിശിൽ കാണുന്ന ക്രിസ്തുവിൻ്റെ രൂപം മരണവേളയിലുള്ള അതേ രൂപമാണ്. സ്വാമിയുടെ പ്രസ്താവന കേട്ട് ഹിസ്ലോപ്പ് സ്തബ്ധനായി. സ്വാമി സൃഷ്ടിച്ചു നൽകിയ കുരിശിൻ്റെ വലുതാക്കിയ കളർ ചിത്രങ്ങൾ കാണുമ്പോൾ മെക്സിക്കോയിൽ എന്താണ് സംഭവിച്ചത്? കുരിശിലെ ക്രിസ്തുവിൻ്റെ രൂപം തീരെ ചെറുതായതിനാൽ മുഖഭാവം വ്യക്തമായിരുന്നില്ല. കളർ ചിത്രങ്ങൾ എടുത്ത് വലുതാക്കിയപ്പോൾ ചിത്രത്തിലെ രൂപം അസാധാരണമായ വിധത്തിൽ ഹൃദയസ്പർശിയും പ്രേമവും കരുണയും ഉളവാക്കുന്നതുമായിരുന്നു. സങ്കീർണവും സൂക്ഷ്മവുമായ കൊത്തുപണികൾ കാണുന്നതിനായി ചിത്രങ്ങൾ മേശപ്പുറത്ത് നിരത്തിവെച്ചു. ബാബയുടെ സൃഷ്ടിപരമായ കഴിവ് അവരെ ആശ്ചര്യസ്തബ്ധരാക്കി. ഇതേ സമയത്ത് മെക്സിക്കോയിലെ തെളിഞ്ഞ ആകാശം പെട്ടെന്ന് കറുത്തിരുണ്ട്. ഭീകരമായി ഇടിമിന്നലും ജനൽപ്പാളികൾ അടിച്ചു തകർക്കുന്നത് പോലെ കൊടുങ്കാറ്റുമുണ്ടായി. വാതിൽ കർട്ടനുകൾ പറന്നു പൊങ്ങി. അന്നൊരു വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണി സമയമായിരുന്നു. ക്രൂശിതനായ ക്രിസ്തു ദേഹത്യാഗം ചെയ്ത അതേ സമയം. ക്രിസ്തു മരണമടയുന്ന നിമിഷത്തിൽ കൊടുങ്കാറ്റ് വീശി ഇടിമിന്നലും ആകാശം നിറഞ്ഞു. ദേവാലയങ്ങളിലെ തൂങ്ങലുകൾ പറന്നുപോയി എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതായി ശ്രീമതി ഹിസ്ലോപ്പ് വായിച്ചു. പൊടുന്നനെ കാറ്റുണ്ടായ വാർത്ത അടുത്ത ദിവസം മെക്സിക്കോയിലെ ദിനപത്രമായ
ദി സാൻ ഡിജിയോ ട്രൈബ്യൂണലിൽ ഉണ്ടായിരുന്നു. US പ്രതിരോധ വകുപ്പിലെ എയ്റോസ്പേസ് എഞ്ചിനീയറും വ്യോമസേനയുടെയും നാസയുടെയും വിദഗ്ധ ഉപദേശകനുമായ ആൾ ഡ്രക്കർ വിമാനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? ആൾ ഡ്രക്കറും ഒരു സുഹൃത്തും ഒരു ചെറിയ വിമാനം വാടകയ്ക്കെടുത്ത് ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയി. പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. 45 മിനിറ്റ് കൊണ്ട് 150 മൈൽ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ഭയഭരിതരാക്കിക്കൊണ്ട് ശക്തിയായ കാറ്റും കറുത്ത മേഘങ്ങളും അവരുടെ വഴിമുടക്കി. ഡക്കർ വിമാനം പുറകോട്ട് എടുക്കുവാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. അവർ പറന്നിരുന്നത് 12,000 അടി ഉയരെ മലകൾ നിറഞ്ഞ ഭൂപ്രദേശത്തിൻ്റെ മുകളിൽ കൂടി ആയിരുന്നു. ഓക്സിജന്റെ കുറവ് മൂലം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അടുത്ത സീറ്റിൽ കുഴഞ്ഞു വീണു. മേഡേ മേഡേ എന്ന സഹായ അഭ്യർത്ഥന അയച്ചുവെങ്കിലും ഒരു മറുപടിയും കിട്ടിയില്ല. ഇന്ധനം തീരാറായി വരുന്നതും ഞെട്ടലോടെ ഡ്രക്കർ തിരിച്ചറിഞ്ഞു. തൻ്റെയും സുഹൃത്തിൻ്റെയും മരണം ഉറപ്പാണെന്നറിഞ്ഞ ഡ്രക്കർ നിസ്സഹായനായി ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈശ്വര രക്ഷിക്കൂ, എനിക്ക് നീ ശക്തിയില്ല. ഞാൻ അങ്ങയിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ ഇച്ഛ നടക്കട്ടെ. ആ നിർണായക നിമിഷത്തിൽ പെട്ടെന്ന് വയർലെസ് ഉപകരണത്തിൻ്റെ റിസീവറിൽ നിന്നും ഒരു ശബ്ദം വന്നു. കൊടുങ്കാറ്റിൽപ്പെട്ട വിമാനത്തിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഡ്രക്കർ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ വീണ്ടും കേട്ടു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ വിമാനം വലതുഭാഗത്തേക്ക് 60 ഡിഗ്രി തിരിക്കുക, അതിനുശേഷം ഇടത്തോട്ട് തിരിക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളെപ്പറ്റി തിരിച്ചറിയുവാനാകും. പരിഭ്രമിക്കേണ്ട, ഞാൻ നിങ്ങളെ സുരക്ഷിതരായി താഴെ എത്തിക്കാം. എനിക്ക് ഇപ്പോൾ നിങ്ങളെ കാണാം. നിങ്ങൾ ഉത്തരം നൽകേണ്ടതില്ല. നിങ്ങൾ റെനോ എയർഡ്രോമിൽ നിന്നും 75 മൈൽ അകലെയാണ്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് അവിടെ എത്താം. പക്ഷേ 10 മിനിറ്റിനുള്ള ഇന്ധനമേയുള്ളൂ. വയർലെസ്സിലൂടെ വരുന്ന ശാന്തവും ധൈര്യദായകവുമായ ശബ്ദം നൽകിയ ആത്മവിശ്വാസത്തോടുകൂടി ഡ്രക്കർ ഒന്നും ചിന്തിക്കാതെ ആ ശബ്ദം പറയുന്നത് പോലെ ചെയ്തുകൊണ്ടിരുന്നു. മുന്നോട്ട് ഇതേ ദിശയിൽ യാത്ര തുടർന്നാൽ നിങ്ങൾ മേഘവലയത്തിന് പുറത്താകും. അപ്പോൾ റെനോ വിമാനത്താവളം കാണാറാകും. വിമാനം താഴെ ഇറക്കാൻ തുടങ്ങാം. ഞാൻ പോകുന്നു. ഗുഡ് ലക്ക്. ഗുഡ് ബൈ. താൻ ആരാണെന്ന് ആ ശബ്ദത്തിൻ്റെ ഉടമ വെളിപ്പെടുത്തിയില്ല. 12 മിനിറ്റിനകം ഡ്രക്കറിന് വിമാനത്താവളം ദൃശ്യമായി. വിമാനം ഇറക്കാനുള്ള അനുമതി നേടി വിമാനത്തെ സുരക്ഷിതമായി താഴെ ഇറക്കി. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനും ബോധം തിരികെ കിട്ടിയിരുന്നു. വിമാനത്താവളത്തിൽ അധികൃതർ അവരെ ജീവനോടെ എത്തിയത് കണ്ടതിൽ അത്ഭുതപ്പെട്ടു. കുറച്ചു നിമിഷം വരെ വിമാനത്താവളം കുഴപ്പത്തിലായിരുന്നു. അതിനുശേഷം വിമാനം സർവീസ് ചെയ്ത് ഇന്ധനം നിറച്ച് അവർ മെക്സിക്കോയുടെ തെക്ക് ഭാഗത്തെ അതിർത്തിയിലേക്ക് പോയി. അവർ എത്തിച്ചേർന്നത് ഇന്ദിരാദേവിയുടെ ആശ്രമത്തിലായിരുന്നു. അകത്ത് പ്രവേശിച്ച അവർ ചുമന്ന അങ്കി അണിഞ്ഞ ഒരു പുണ്യാത്മാവിൻ്റെ മുമ്പിൽ ആരതി എടുക്കുന്നത് കണ്ടു. ആ ചിത്രത്തിൽ നിറയെ വിഭൂതിയായിരുന്നു. താൻ കേട്ട ശബ്ദവും ഈ രൂപവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് ആൾ ഡ്രക്കർക്ക് തോന്നി. അതിനുശേഷം ആൾ ഡ്രക്കർ ഇന്ത്യയിൽ പ്രശാന്തി നിലയത്തിലെത്തി. സ്വാമിയോട് നേരിട്ട് ചോദിക്കുവാൻ ഡ്രക്കർക്ക് തോന്നിയില്ല. പക്ഷേ സമാനമായ ഒരു അനുഭവം ഒരു ഭക്തൻ ഡ്രക്കറോട് പറഞ്ഞു. എന്നെ ഏത് നാമത്തിലും വിളിക്കാം, കാരണം എല്ലാ നാമങ്ങളും എൻ്റേതു തന്നെയാണെന്ന് ശ്രീ സത്യസായി അരുളുന്നു. റഷ്യക്കാരിയായ ഇന്ദിരാദേവി ഭഗവാനെക്കുറിച്ച് അറിഞ്ഞത് എങ്ങനെ? ഭാരതത്തിൽ വന്ന് യോഗയിൽ നിഷ്ണാതയായ അവർ മെക്സിക്കോയിലെ ടെഗേറ്റിൽ യോഗ പഠിപ്പിച്ചു തുടങ്ങി. അവർ മദിരാശിയിൽ വെച്ച് ശ്രീ സത്യസായി മാൻ ഓഫ് മിറക്കിൾസ് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൻ്റെ കർത്താവായ ഹോർവേഡ് മർഫറ്റിൽ നിന്നും ശ്രീ സത്യസായി ബാബയെക്കുറിച്ച് ആദ്യമായി കേട്ടു. അതിനുശേഷം മുംബൈയിൽ വെച്ച് ഒരു ഭൃഗു സംഹിത നാഡിയിൽ നിന്നും
മുജ്ജന്മങ്ങളുടെ പുണ്യത്തിൻ്റെ ഫലമായി അവർക്ക് ദിവ്യനായ ഒരു മഹാത്മാവിൻ്റെ ദർശനം ലഭിക്കുമെന്നും ഇപ്പോഴും ഈശ്വരൻ തന്നെയായ അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിലാണ് അവരെന്നും അവർ മനസ്സിലാക്കി. 1966 വയസ്സിൽ ഇന്ദിരാദേവിക്ക് സ്വാമിയുടെ ആദ്യ ദർശനം ലഭിച്ചു. അവർക്ക് ലോക്കറ്റും വിഭൂതിയും സൃഷ്ടിച്ചു നൽകിക്കൊണ്ട് അവരുടെ ഏത് ആവശ്യവും സ്വാമി നടത്തിക്കൊടുക്കുമെന്നും എത്ര ദൂരെ ആയാലും സദാ അവരോടൊപ്പം ഉണ്ടാകുമെന്നും അവർക്ക് ഉറപ്പുകൊടുത്തു. മെക്സിക്കൻ കുന്നുകളിലെ ഭീകരമായ അഗ്നിബാധയിൽ നിന്നും ഇന്ദിരാദേവിയുടെ സായിനിലയത്തിന് എന്ത് സംഭവിച്ചു? മെക്സിക്കോയിലെ സായി നിലയത്തിന് സമീപം അഗ്നിബാധ ഉണ്ടായപ്പോൾ ഇന്ദിരാദേവി ചിക്കാഗോയിലെ സായിബാബയെക്കുറിച്ച് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അഗ്നിബാധയുടെ ഭീകര ദൃശ്യങ്ങൾ ടെലിവിഷനിൽ കണ്ട അവർ ഭഗവാന്റെ ഇച്ഛ പോലെ ആ മന്ദിരത്തിൽ സംഭവിക്കട്ടെ എന്ന് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ചിന്തിച്ചു. ചുറ്റുമുള്ള സകലതും വെണ്ണീറായി കിടന്നപ്പോൾ സായി നിലയത്തിന് ഒരു പോറൽ പോലും ഏറ്റില്ല. അതിൻ്റെ സൗന്ദര്യത്തിന് ഒരു കറ പോലും ബാധിക്കാതെ ശുഭ്രസുന്ദരമായി അത് നിലകൊണ്ടു. പിന്നീട് അനന്തപുരിലെ വിമൻസ് കോളേജിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാൻ അവർ വന്നപ്പോൾ സ്വാമി ലക്ഷ്മി ദേവിയുടെ രൂപമുള്ള ഒരു ലോക്കറ്റ് സൃഷ്ടിച്ചു നൽകി. ഇനിമേൽ അവരുടെ ഗൃഹത്തിൽ അഗ്നിഭയം ഉണ്ടാവുകയില്ല. ഈ ലോക്കറ്റ് ആ ഭവനത്തെ സംരക്ഷിക്കുമെന്ന് സ്വാമി അരുളി. ഭഗവാൻ ഇന്ദിരാദേവിക്ക് നൽകിയ 3 അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായി ഭഗവാനെ ഏതു നേരത്തും ദർശിക്കുവാനാകുന്ന ഒരു വജ്രമോതിരം നൽകി. ആ മോതിരത്തിൻ്റെ പ്രത്യേകത ഇന്ദിരാദേവി സ്വാമിയുടെ ദർശനം കാക്ഷിക്കുന്ന നേരത്ത് സ്വാമി എവിടെയാണോ ഉള്ളത് അതേപോലെ കാണാൻ സാധിക്കും എന്നതായിരുന്നു. ഇന്ദിരാദേവിയുടെ പ്രസംഗം കേൾക്കുന്നവർ സ്വാമിയുടെ പരമപവിത്രമായ വിഭൂതി ആവശ്യപ്പെടുവാൻ തുടങ്ങി. ഭഗവാൻ അവർക്ക് ഒരിക്കലും വിഭൂതി ഒഴിയാത്തതായ ഒരു വെള്ളിച്ചെപ്പ് സമ്മാനമായി നൽകൂ. അതുകൂടാതെ 108 മുത്തുമാലകളുള്ള ഒരു ജപമാലയും അദ്ദേഹം സൃഷ്ടിച്ചു നൽകി. വിഭൂതിയുടെയും ജപമാലയിലൂടെയും രോഗശാന്തി നൽകുവാനുള്ള അധികാരം സ്വാമി അവർക്ക് നൽകി. ഇന്ദിരാദേവിയുടെ യോഗ കേന്ദ്രത്തിൽ ഭജനയ്ക്കെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവരിൽ പലരും തങ്ങൾക്കൊരു മന്ത്രം ഉപദേശിക്കണമെന്ന് അവരോട് അപേക്ഷിക്കുവാൻ തുടങ്ങി. ഇന്ദിരാദേവി കുഴങ്ങി. അവർ സ്വാമിയെ അഭയം പ്രാപിച്ചു. ഓം എന്ന പ്രണവമന്ത്രം തന്നെയാണ് മന്ത്രങ്ങളിൽ ഏറ്റവും ശക്തിയേറിയത്. അത് ഉപദേശിക്കുവാൻ എല്ലാവർക്കും കഴിയുന്നതല്ല. അതിനാൽ അവർക്ക് നൽകിയ മോതിരത്തിൽ സ്വാമിയെ നോക്കുമ്പോൾ ഏത് മന്ത്രമാണോ അവരുടെ മനസ്സിൽ തോന്നുന്നത് അത് ഉപദേശിച്ചു കൊടുക്കുവാനുള്ള ആധ്യാത്മികമായ അധികാരം സ്വാമി അവർക്ക് നൽകി. മറ്റൊരാൾക്കും ഈ 3 അനുഗ്രഹങ്ങളിൽ ഒന്നുപോലും ഭഗവാൻ ഇതേവരെ നൽകിയിട്ടില്ല എന്നതും വളരെ ശ്രദ്ധാർഹമാണ്. അമേരിക്കയിലെ അരിസോണ സർവകലാശാലയിലെ ഡോക്ടർ ഫ്രാങ്ക് ബാറനോവസ്കിയുടെ പ്രത്യേകത എന്തായിരുന്നു? സ്വാമിയുടെ ദർശനത്തിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച അനുഭവം വ്യക്തമാക്കുക. മനുഷ്യനുൾപ്പെടെ സർവ്വജീവജാലങ്ങളുടെയും ശരീരത്തിനു ചുറ്റും ബഹുവർണ്ണമുള്ള ഒരു പ്രഭാവലയമുണ്ട്. അത് കണ്ണുകൊണ്ട് കാണുവാനാകില്ല. ക്രിലിയൻ ഫോട്ടോഗ്രാഫി വഴി അത് വ്യക്തമായി കാണുവാനാകും. ഡോക്ടർ ബറനോവസ്കി ക്രിലിയൻ ഫോട്ടോഗ്രാഫിയിൽ അതിസമർത്ഥനായിരുന്നു. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും മതനേതാക്കന്മാരുടെയും ഫോട്ടോ അദ്ദേഹം എടുത്തിട്ടുണ്ട്. 2 2.5 അടിയോ കൂടുതൽ പ്രഭാവലയം അദ്ദേഹം ആരിലും കണ്ടിട്ടില്ല. ഈ പ്രഭാവലയം അനവധി നിറഭേദങ്ങളോടെയാണ് പ്രകാശിക്കുന്നത്. ഒരാൾ ആരോഗ്യവാനും സന്തുഷ്ടനുമാണെങ്കിൽ ശുഭ്രനിറം, സ്നേഹം, ദയ, കാരുണ്യം എന്നീ ഗുണങ്ങൾ ഉള്ള ആളാണെങ്കിൽ നീലനിറം, തീവ്രമായ പ്രേമമുള്ള ആളാണെങ്കിൽ റോസ് നിറം, കോപവും വിദ്വേഷവുമാണെങ്കിൽ ചുവപ്പ് നിറം എന്നിവ ക്രിലിയൻ ക്യാമറയിലൂടെ പകർത്തുവാനാകും. മാത്രവുമല്ല വസ്തുവിൻ്റെ സ്വഭാവം മാറുന്നത് പോലും ക്യാമറ പകർത്തുന്നതാണ്.
1978 ഡോക്ടർ ബരണോവസ്കി വൈറ്റ്ഫീൽഡിലെ വൃന്ദാവനത്തിൽ വെച്ച് സ്വാമിയെ ആദ്യമായി കണ്ടു. സ്വാമിയുടെ ചുറ്റുമുള്ള പ്രഭാവലയം 40-ലേറെ അടി വ്യാപിച്ചിരിക്കുന്നത് കണ്ട് അദ്ദേഹം സ്തബ്ധനായി. ഭക്തന്മാർ ഭജന പാടുമ്പോൾ ആ തേജോപൂരം വളർന്ന് ഹാളിലിരിക്കുന്ന എല്ലാവരെയും തഴുകുന്നത് അദ്ദേഹം കണ്ടു. മാത്രമല്ല, സ്വാമി നടക്കുമ്പോൾ ആ പ്രഭാപൂരവും സ്വാമിയോടൊപ്പം നീങ്ങിക്കൊണ്ടിരുന്നു. സ്വാമിയുടെ ചുറ്റും ഒരു പ്രകാശപ്രളയം തന്നെയാണ് ഉണ്ടായിരുന്നത്. റോസ് നിറത്തിലുള്ള പ്രകാശവലയത്തിൽ നിന്നും സ്വർണം, രജതമെന്നീ നിറങ്ങളിലുള്ള പ്രകാശവീചികളും പുറപ്പെടുന്നുണ്ട്. ഈ ഹാളിലിരിക്കുന്ന സകലരെയും തഴുകിക്കൊണ്ട് ആ പ്രഭാപൂരം വളരെ ദൂരേക്ക് വ്യാപിക്കുന്നു. സ്വാമി സമ്പൂർണ്ണ പ്രേമമൂർത്തിയാണെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ബരണോവസ്കിയുടെ ആദ്യത്തെ സായി അനുഭവം എന്തായിരുന്നു? 1977 ക്രിസ്മസിന് അദ്ദേഹം ഒരു ഗൃഹം സന്ദർശിക്കുവാൻ ഇടയായി. കുടുംബാംഗങ്ങൾ സായി ഭക്തരായിരുന്നു. ബാബയെക്കുറിച്ച് ചില പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഡോക്ടർക്ക് അദ്ദേഹത്തിൻ്റെ ദിവ്യത്വത്തെക്കുറിച്ച് വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല. സായി ഭജനകൾ പാടി ക്രിസ്മസ് ആഘോഷിക്കുന്നത് ആസ്വദിക്കുവാനാവാതെ അദ്ദേഹം മുകളിലെ മുറിയിലേക്ക് പോയി. ലൈറ്റ് അണച്ച് ഉറങ്ങാൻ കിടന്നു. ആ മുറിയുടെ മേശപ്പുറത്ത് സ്വാമിയുടെ ഒരു ചിത്രവും അതിനു മുമ്പിൽ കത്തിക്കാത്ത ഒരു മെഴുകുതിരിയും ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറുതായി ഉരസുന്ന ശബ്ദം കേട്ടു. മെഴുകുതിരി പെട്ടെന്ന് ആളിക്കത്തി. ആരും അകത്ത് വരാതെ മെഴുകുതിരി കൊളുത്താതെ അതെങ്ങനെ കത്തി എന്ന സംഭ്രമത്തോടെ അദ്ദേഹം ചിന്തിച്ചു. സ്വാമിയുടെ ചിത്രത്തിൽ ഉറ്റുനോക്കിയപ്പോൾ സ്വാമി സൗമ്യമായി പുഞ്ചിരിക്കുന്നതായി കണ്ടു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ അനുഭവം. സ്വാമിയുടെ സർവജ്ഞത്തെ ഡോക്ടർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? സ്വാമി ഡോക്ടർക്ക് ഇൻ്റർവ്യൂ നൽകുകയും ഒരു ഡയമണ്ട് മോതിരം സൃഷ്ടിച്ച് സമ്മാനിക്കുകയും ചെയ്തു. ഡോക്ടർ അമേരിക്കയിൽ എത്തുന്ന ദിവസം മാസങ്ങൾ മാത്രം പ്രായമുള്ള പേരക്കുട്ടിയുടെ ശസ്ത്രക്രിയ വിജയകരമായി നടന്നിരിക്കുമെന്നും കുഞ്ഞിൻ്റെ രോഗം പൂർണ്ണമായും സുഖപ്പെടുമെന്നും ഡോക്ടർ ആവശ്യപ്പെടാതെ തന്നെ സ്വമേധയാ സ്വാമി പറഞ്ഞു. ഡോക്ടർ സ്വാമിയുടെ വാക്കുകൾ പരിഗണിച്ചില്ല. എന്തെന്നാൽ കുഞ്ഞ് വളർന്ന ശേഷം മാത്രമേ ശസ്ത്രക്രിയ ചെയ്യാനാകൂവെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ അന്ന് തന്നെ കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞുവെന്നും ഒരു ഇന്ത്യൻ ഡോക്ടറാണ് അത് ചെയ്തതെന്നും അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു. ഈ സംഭവത്തിലൂടെ സ്വാമിയുടെ സർവജ്ഞത്വത്തെപ്പറ്റി അദ്ദേഹത്തിന് പൂർണ്ണമായും വിശ്വാസമായി. ഡോക്ടർ ആർട്ട് ഹോങ് ജുംസായി ജനിക്കുന്നതിന് മുമ്പ് തന്നെ സ്വാമിയുടെ മാതാപിതാക്കളെ രക്ഷിച്ചത് എങ്ങനെയാണ്? 1945 രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ബാങ്കോക്കിലെ ഒരു ഗൃഹത്തിന് മുമ്പിൽ സ്വയമേവ രൂപപ്പെടുത്ത് സ്വാമി സത്യസായി ഗൃഹനായികയെ വിളിച്ച് കുറച്ച് വിഭൂതി നൽകി അത് വീട്ടിൽ മുഴുവൻ വിതറുവാൻ പറഞ്ഞു. അപ്രത്യക്ഷനുമായി. അവരുടെ ഭാഷയിൽ തന്നെയാണ് സ്വാമി സംസാരിച്ചത്. തനിക്ക് കിട്ടിയ പൗഡർ വെള്ള മണൽ പോലെ അവർക്ക് തോന്നി. ഏതായാലും സ്വാമിയുടെ വാക്കുകൾ അവഗണിക്കാതെ അവർ അത് വീട്ടിനകത്ത് മുഴുവനും വിതറി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വ്യോമാക്രമണം ഉണ്ടായി. അവരുടെ വീടൊഴിച്ച് സമീപത്തുണ്ടായിരുന്ന എല്ലാ വീടുകളും തകർന്ന് തരിപ്പണമായി. അവരുടെ പുത്രനായി ആർട്ട് ഓങ് ജുംസായി ആയുധ ജനിച്ചു. വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജുംസായി ഏത് പദവികളിലേക്കാണ് ഉയർന്നത്? ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ ജുംസായി തായ്ലൻഡ് സ്പേസ് റിസർച്ച് സെൻ്ററിൻ്റെ ഡയറക്ടറായി ഉന്നത പദവിയിലെത്തി. 1983 അമേരിക്കയിൽ നാസ ചൊവ്വാഗ്രഹത്തിലേക്ക് ബഹിരാകാശ വാഹനം അയക്കുന്നതിനുള്ള പദ്ധതിക്കായി ശാസ്ത്രജ്ഞന്മാരെ ക്ഷണിച്ചു. ജുംസായി അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു. നാസയുടെ ബഹിരാകാശ പദ്ധതിയിൽ ജുംസായിയുടെ പങ്ക് എന്തായിരുന്നു? എന്താണ് സംഭവിച്ചത്? ചൊവ്വാഗ്രഹത്തിൽ ബഹിരാകാശ വാഹനം സുരക്ഷിതമായി ഇറക്കുക, ഗ്രഹോപരിതലത്തിലുള്ള
വസ്തുക്കൾ ശേഖരിച്ച് ഗവേഷണത്തിനു വേണ്ടി നാസയിൽ എത്തിക്കുക. യന്ത്ര സംവിധാനത്തിലൂടെയാണ് ഇത് ചെയ്യേണ്ടിയിരുന്നത്. അതിനു വേണ്ട ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുക എന്നതായിരുന്നു ജുംസായിയുടെ ഉത്തരവാദിത്വം. ജുംസായി റോക്കറ്റ് നിർമ്മിച്ചു. പരീക്ഷണശാലയിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ അന്തരീക്ഷമുള്ള സ്ഥലത്ത് വന്നപ്പോൾ റോക്കറ്റ് കത്തിപ്പോയി. ഒന്നിനു പുറകെ ഒന്നായി 10ഓളം റോക്കറ്റുകൾ ഉണ്ടാക്കി പരീക്ഷിച്ചുവെങ്കിലും എല്ലാ പരീക്ഷണങ്ങളും പരാജയപ്പെട്ടു. വളരെ അധികം ധനം വ്യയം ചെയ്ത് നടപ്പിലാക്കിയ പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടതോടെ നിരാശനായ ജുംസായി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരു കുന്നിൻ്റെ മുകളിൽ കയറി. അവിടെ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉജ്ജ്വലമായൊരു തേജോപൂരം ആകാശത്തിൽ കാണപ്പെട്ടു. അതിൻ്റെ മധ്യത്തിൽ ഒരു സൂത്രവാക്യവും കണ്ടു. റോക്കറ്റ് വിജയകരമായി നിർമ്മിക്കുന്നതിനുള്ള പ്രധാന സൂത്രവാക്യമായിരുന്നു അത്. അദ്ദേഹം വ്യക്തമായ ഒരു അശരീരിയും കേട്ടു. ഇത് ശ്രദ്ധിക്കൂ: ശാസ്ത്രജ്ഞനേക്കാൾ ശാസ്ത്രജ്ഞനെ സൃഷ്ടിച്ച ഈശ്വരനാണ് പരമപ്രധാനം. ഡോക്ടർ ജുംസായി ആ സൂത്രവാക്യം ഉപയോഗിച്ച് എല്ലാ പരീക്ഷണങ്ങളിലും വിജയിച്ചു. യഥാർത്ഥ വലിപ്പത്തിൽ വൈക്കിംഗ് എന്ന റോക്കറ്റ് വിക്ഷേപണം ചെയ്തു. അത് ചൊവ്വാഗ്രഹത്തിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുവന്നു. 1984 അമേരിക്ക ഡോക്ടർ ആർട്ട് ഓം ജുംസായിയെ വിശിഷ്ട ശാസ്ത്രജ്ഞനായി ആദരിച്ച് സമ്മാനം നൽകി. ആർട്ടോം ജുംസായി ആദ്യമായി ശ്രീ സത്യസായിയെ ദർശിച്ചതും ആധ്യാത്മിക ജീവിതം തിരഞ്ഞെടുത്തതും സേവനത്തിൽ മുഴുകിയതും എങ്ങനെയാണ്? വിശദമാക്കുക. 1984 വിജയകരമായി റോക്കറ്റ് വിക്ഷേപിച്ച ശേഷം ജുംസായി സയൻസിൻ്റെ മാർഗം ഉപേക്ഷിച്ച് ഈശ്വരാന്വേഷണത്തിൽ നിരതനായി. ഇന്ത്യയിൽ സ്വമാതാവിനോടൊപ്പം എത്തിയ അദ്ദേഹം വൈറ്റ്ഫീൽഡിലെത്തി ആദ്യമായി ശ്രീ സത്യസായി ബാബയെ ദർശിച്ചു. സ്വാമി അവർക്ക് ഇൻ്റർവ്യൂ നൽകി. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് അവരുടെ ഭവനം സംരക്ഷിച്ചതും സ്വാമി ഓർമ്മിപ്പിച്ചു. അവരുടെ അവതാര ദൗത്യം നിറവേറ്റുവാനായി തൻ്റെ ഒപ്പം പ്രവർത്തിക്കുവാൻ ഓരോ വ്യക്തിയെയും താൻ എങ്ങനെ ഒരുക്കിയെടുക്കുന്നുവെന്ന് സ്വാമി പറഞ്ഞു. അമേരിക്കയിലെ കുന്നിൻമുകളിൽ ആത്മഹത്യാ ചിന്തയുമായി നിന്ന ജുംസായിക്ക് സൂത്രവാക്യവും ഉപദേശവും നൽകിയത് താൻ തന്നെയാണെന്നും സ്വാമി പറഞ്ഞു. അദ്ദേഹം ജുംസായി അത് തിരിച്ചറിഞ്ഞു. സ്വാമിയുടെ ഉപകരണമാക്കണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. ജുംസായിക്ക് 12 പാശ്ചാത്യ രാജ്യങ്ങളിൽ സത്യസായി സംഘടനാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും മൂല്യാധിഷ്ഠിത ആധ്യാത്മിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനും ചുമതല നൽകി അനുഗ്രഹിച്ചു. അദ്ദേഹം തായ്ലൻഡിൽ ശ്രീ സത്യസായി വിദ്യാലയം സ്ഥാപിച്ച് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി വരുന്നു. നീ എൻ്റെ ദൗത്യത്തിൽ മുഴുകൂ. നിൻ്റെ ബിസിനസ് കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. സ്വാമി നൽകിയ ഉറപ്പ് പാലിച്ചതിൻ്റെ ഒരു ഉദാഹരണം നൽകുക. സായി സേവയിൽ സമ്പൂർണ്ണം ആമഗ്നനായി. ബാങ്കോക്കിലുള്ള തൻ്റെ ഫാക്ടറിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് തീരെ സമയമുണ്ടായിരുന്നില്ല. ഒരു ദിവസം കള്ളന്മാർ ഫാക്ടറി തകർത്ത് അതിനകത്ത് കയറി. പ്രവേശന കവാടത്തിലുള്ള തൻ്റെ മുറിയിൽ കാവൽക്കാരൻ ഗാഠനിദ്രയിലായിരുന്നു. അകത്ത് കുറ്റിയിട്ടിരുന്ന മുറിയിൽ സ്വാമി പ്രവേശിച്ചത് എങ്ങനെയെന്ന് അയാൾ അതിശയിക്കുമ്പോൾ സ്വാമി അയാളെ തായ് ഭാഷയിൽ കൃത്യവിലോപം വരുത്തിയതിന് ശാസിച്ചു. അടുത്ത ദിവസവും ഇതുതന്നെ സംഭവിച്ചു. 3-ാം ദിവസം ജുംസായി ഫാക്ടറിയിൽ വന്നപ്പോൾ സംഭവിച്ചതെല്ലാം കാവൽക്കാരൻ തുറന്നു പറഞ്ഞു. സംഭവം തന്നെ കുഴപ്പിക്കുന്നതായിരുന്നുവെന്നും പറഞ്ഞു. അപ്പോഴാണ് യജമാനൻ്റെ മുറിയിൽ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ശ്രീ സത്യസായി ബാബയുടെ ചിത്രം അയാൾ ശ്രദ്ധിച്ചത്. ഇതേ ആൾ തന്നെയാണ് രാത്രിയിൽ കുറ്റിയിട്ടിരുന്ന തൻ്റെ മുറിയിൽ പ്രവേശിച്ച് ജാഗ്രതയോടെ ഇരിക്കുവാൻ ശകാരിച്ചതെന്ന് പറഞ്ഞു. ഈ സംഭവത്തെക്കുറിച്ച് പിന്നീട് സ്വാമിയുടെ സാന്നിധ്യത്തിൽ പ്രശാന്തി നിലയത്തിൽ വെച്ച് ഭക്തജനങ്ങളോട് ജുംസായി പറയുകയും ചെയ്തു. സന്തുഷ്ടനാകൂ, അതൊന്നു മാത്രമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. സ്വാമി കോടീശ്വരനായ ജോൺ സിംഗ്ലെയറോട് ഇത് പറയാനുണ്ടായ സംഭവം എന്താണ്? തൻ്റെ ബിസിനസ് വലിയൊരു കുരുക്കിൽ അകപ്പെട്ടപ്പോൾ അങ്ങ് എവിടെയാണെന്നോ അങ്ങയുടെ പ്രേമമോ രൂപമോ ഒന്നും തനിക്കറിയില്ലെന്നും അങ്ങ് ഉണ്ടെന്ന് വിശ്വാസമുള്ള തന്നെ രക്ഷിക്കണമെന്നും ഈശ്വരനോട് ജോൺ സിംഗ്ലെയർ പ്രാർത്ഥിച്ചു.
ആ നിമിഷം മുതൽ ഈശ്വരൻ്റെ അദൃശ്യ ഹസ്തങ്ങൾ തന്നെ രക്ഷിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അന്ന് പുലർച്ചയ്ക്ക് തൻ്റെ ഭവനത്തിലെ ഹാളിലൂടെ ആരോ നടക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. ആ രൂപം അനങ്ങാതെ നിൽക്കുന്നതായി അദ്ദേഹം കണ്ടു. മറ്റൊരു രാത്രിയിലും ഇതേ അനുഭവമുണ്ടായി. അപ്പോൾ അവ്യക്തമായ ആനന്ദവും ശാന്തിയും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. തൻ്റെ അനുഭവങ്ങൾ ന്യൂയോർക്കിലുള്ള ഒരു ആധ്യാത്മിക കേന്ദ്രത്തിലെ ഒരാളോട് അദ്ദേഹം പറഞ്ഞു. ആ വ്യക്തി വിഭൂതിയുടെ ചെറിയൊരു പാക്കറ്റ് നൽകിക്കൊണ്ട് സായിരാം എന്നു പറഞ്ഞു. സ്വാമി തന്നെയാണ് അദ്ദേഹത്തിന് ദർശനം നൽകിയതെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് സിംഗ്ലയർ മനസ്സുകൊണ്ട് സ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അതിനുശേഷം അദ്ദേഹം പ്രശാന്തി നിലയത്തിൽ എത്തിച്ചേർന്നു. ഇൻ്റർവ്യൂ റൂമിൽ വെച്ച് താൻ തന്നെയാണ് 2 പ്രാവശ്യവും അദ്ദേഹത്തിന് ദർശനം നൽകിയതെന്ന് സ്വാമി പറഞ്ഞു. ഞാൻ വളരെയേറെ ചെയ്തിട്ടും നിനക്ക് ശാന്തിയില്ല. നിനക്ക് എന്തുകൊണ്ടാണ് സ്വാമിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൂടാ എന്ന് സ്വാമി ചോദിച്ചു. കോടീശ്വരനായ അദ്ദേഹം എന്ത് നൽകാനും തയ്യാറായിരുന്നു. അപ്പോൾ സ്വാമി പറഞ്ഞു, സദാ സന്തുഷ്ടനായിരിക്കൂ. അതുമാത്രമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. തൻ്റെ സന്തോഷം മാത്രമാണ് സ്വാമി ആഗ്രഹിക്കുന്നതെന്നറിഞ്ഞ അദ്ദേഹം ആശ്ചര്യഭരിതനായി. സിംഗ്ലറെ ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്നും സ്വാമി രക്ഷിച്ചതെങ്ങനെ? വിമാനം പറപ്പിക്കാൻ വൈദഗ്ധ്യം നേടിയ പൈലറ്റായിരുന്നു സിംഗ്ലയർ. ഒരിക്കൽ അദ്ദേഹം ഹെലികോപ്റ്റർ പറപ്പിക്കുമ്പോൾ എൻജിൻ കേടായി. വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. മരണം ഉറപ്പായ വേളയിൽ തൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്ന സ്വാമിയുടെ ഫോട്ടോ എടുത്ത് അതിൽ ഉറ്റുനോക്കി. അടുത്ത നിമിഷം സ്വാമിയെ ഹെലികോപ്റ്ററിനുള്ളിൽ കണ്ടു. സ്വാമി വിദഗ്ധമായി ഹെലികോപ്റ്റർ പറത്തി സുരക്ഷിതമായൊരു കുന്നിൻ്റെ ചെരുവിൽ ഇറക്കി. സ്വാമി കോപ്റ്ററിൻ്റെ വശത്തുള്ള വാതിൽ തുറന്ന് സിംഗ്ലയറെ സുരക്ഷിതമായി വലിച്ച് താഴെ ഇറക്കി. ഹെലികോപ്റ്റർ തള്ളി അകറ്റിയിട്ട് അപ്രത്യക്ഷനായി. സമയാസമയങ്ങളിൽ സ്വാമി തന്നെ രക്ഷിക്കുന്ന വിവരം പ്രശാന്തി നിലയത്തിൽ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളോട് സിംഗ്ലയർ പറഞ്ഞു. ശ്രീ സത്യസായി യേശുവിനെ ലോകത്തേക്കയച്ച ജഗദീശ്വരനാണെന്ന് ഒരു ക്രിസ്തുമത വിശ്വാസിയായ അദ്ദേഹം സന്ദേഹമന്യേ പ്രഖ്യാപിച്ചു. മാതാപിതാക്കളെക്കാളും മറ്റാരേക്കാളും സ്വാമിയാണ് നമുക്ക് സമീപത്ത് എന്ന് തെളിയിക്കുന്ന ഏത് സംഭവമാണ് സിംഗ്ലയറുടെ ജീവിതത്തിലുണ്ടായത്? സിംഗ്ലയർ തൻ്റെ പുത്രിയെ സ്വാമിയുടെ മകൾ എന്നാണ് പരാമർശിക്കുന്നത്. കുതിരസവാരിയിൽ നിപുണയായ മാർലിൻ ഒരിക്കൽ പരിശീലന വേളയിൽ ഉയർന്ന മതിൽ ചാടിക്കടക്കുമ്പോൾ കുതിരയുടെ കാല് ഭിത്തിയിലടിച്ച് മാർലിൻ തലയടിച്ച് താഴെ വീണു. 1800 പൗണ്ട് ഭാരമുള്ള കുതിര അവളുടെ മുകളിലേക്ക് വീണു. അപകട വിവരമറിഞ്ഞ് പാഞ്ഞെത്തിയ സിംഗ്ലയർ മകളുടെ മുഖത്തെ മുറിവുകളിൽ വിഭൂതി പുരട്ടിയിട്ട് ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ജലം പോലെയാണിതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുഖത്ത് മുറിവിൻ്റെ പാടുപോലും ഉണ്ടായിരുന്നില്ല. 3 മാസത്തിനു ശേഷം അവർ പൂർണ്ണമായും സുഖപ്പെട്ടു. അച്ഛൻ്റെ ഒപ്പം പ്രശാന്തി നിലയത്തിലെത്തിയ മാർലിൻ അപകട സമയത്ത് തനിക്കുണ്ടായ അനുഭവം വിവരിച്ചപ്പോഴാണ് അവരുടെ മാതാപിതാക്കൾ പോലും അതറിയുന്നത്. അന്ന് അപകടമുണ്ടായപ്പോൾ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ഒരു വശം തളർന്നു പോവുകയും ചെയ്തു. പക്ഷേ ആ അപകടം നടന്ന നിമിഷം മുതൽ ആംബുലൻസിലും അത്യാഹിത വിഭാഗത്തിലും അതീവ ജാഗ്രതയോടെ ഒരു നിമിഷം പോലും പിരിയാതെ ഒരു മനുഷ്യൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തനിക്ക് കാഴ്ച നൽകി തൻ്റെ തളർച്ച അകറ്റി സുഖപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്നും പോയത്. മാതാപിതാക്കൾ അപ്പോൾ മാത്രമാണ് ആ വിവരം അറിയുന്നത്. അത് ഭഗവാൻ സത്യസായി ബാബ ആയിരുന്നു. മലേഷ്യൻ സർക്കാരിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ജഗദീശൻ്റെ സയൻസിന് ഗ്രഹിക്കാനാവാത്ത ചിലത് ഉണ്ടെന്ന് മനസ്സിലായ അനുഭവം എന്തായിരുന്നു? ശ്രീ സത്യസായി ബാബയെക്കുറിച്ച് സദാ അവജ്ഞയോടെ സംസാരിക്കുകയും നീചമായി എതിർക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു ജഗദീശൻ. ഒരിക്കൽ തൻ്റെ ഭാര്യാമാതാവിൻ്റെ ഭവനത്തിൽ ബാബയുടെ ചിത്രം കണ്ടപ്പോൾ നിശിതമായി വിമർശിക്കുകയും വെറി പിടിച്ചവനെ പോലെ 2 മണിക്കൂറോളം അപലപിക്കുകയും ചെയ്തു. ഒടുവിൽ ബാബയുടെ ചിത്രം നോക്കി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദിവ്യശക്തിയുണ്ടെങ്കിൽ ഒരു തെളിവ് കാണിക്കുവാനായി വെല്ലുവിളിച്ചു. ആ വാക്കുകൾ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ സ്വാമിയുടെ ചിത്രത്തിൽ നിന്നും വിഭൂതി പുറപ്പെടുവാൻ തുടങ്ങി. ജഗദീശൻ ഇടിവെട്ടേറ്റവനെ പോലെ സ്തബ്ധനായി.
പ്രശാന്ത് നിലയത്തിൽ ദർശനത്തിനെത്തിയ ജഗദീശൻ്റെ അനുഭവം എന്തായിരുന്നു? ദർശനത്തിനിരിക്കുമ്പോൾ സ്വാമി അരികിൽ വന്ന് മലേഷ്യ എന്ന് ചോദിച്ചു. സ്വാമിക്ക് എങ്ങനെ മനസ്സിലായി എന്ന് അതിശയിക്കുമ്പോൾ സ്വാമി ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു. ഒരു 7 വയസ്സുകാരൻ്റെ അനുസരണയോടെ സ്വാമിയെ അനുഗമിച്ച അദ്ദേഹത്തിന് സ്വാമിയുടെ പിതൃസമാനമായ പ്രേമവും വാത്സല്യവും തരളിതനാക്കി. കനത്ത ഹൃദയഭാരത്തോടെ 4 മാസം മുമ്പ് വരെ വിശ്വസിക്കാതിരുന്നതിന് സ്വാമിയോട് ക്ഷമ ചോദിച്ചു. വിശ്വസിച്ചില്ലെന്നു മാത്രമല്ല, ശക്തമായ എതിർപ്പും ആയിരുന്നുവെന്ന് സ്വാമി പറഞ്ഞു. ദുഃഖം കൊണ്ടും ലജ്ജ കൊണ്ടും കരഞ്ഞുപോയ അദ്ദേഹത്തോട് കരയണ്ട, സ്വാമിക്കെല്ലാം അറിയാമെന്ന് സ്വാമി ആശ്വസിപ്പിച്ചു. സ്വാമിയുടെ നിർദ്ദേശമനുസരിച്ച് പൗരസ്ത്യ ദിക്കിൽ ശ്രീ സത്യസായി സെൻ്ററിൽ കോർഡിനേറ്ററായി സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ആധ്യാത്മികമായി ദൗത്യം നടത്തി അദ്ദേഹം തൻ്റെ ജീവിതം ധന്യമാക്കി. മാനവൻ ബുദ്ധിശക്തിയാലും വിവേചനശക്തിയാലും അനുഗ്രഹീതനാണെങ്കിലും തൻ്റെ യഥാർത്ഥ സത്ത തിരിച്ചറിയാത്തത് മല, വിക്ഷേപ, ആവരണം എന്നീ ദുഷ്പ്രകൃതങ്ങൾ കൊണ്ടാണെന്ന് സ്വാമി പറഞ്ഞു. സ്വാമി അവയ്ക്ക് നൽകിയ വ്യാഖ്യാനം ചുരുക്കത്തിൽ വിവരിക്കുക. മല, വിക്ഷേപം, ആവരണം എന്നീ 3 ദുഷ്പ്രകൃതങ്ങൾ മാനവൻ്റെ ആധ്യാത്മിക ദൃഷ്ടിക്ക് തടസ്സമാകുന്നു. തൻ്റെ സ്വരൂപജ്ഞാനം ലഭിക്കുന്നതിൽ നിന്നും മനുഷ്യനെ തടയുന്നു. മുജ്ജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ ദുഷ്പ്രവൃത്തികളുടെ സഞ്ചിത ഫലമാണ് മല. ഈ മാലിന്യത്തിൻ്റെ മുഖ്യഹേതു ദുശ്ചിന്തയും പ്രവൃത്തികളുമാണ്. അതിൻ്റെ സ്വാധീനം കൊണ്ട് ഈ ജന്മത്തിലും ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. അത് ഇല്ലായ്മ ചെയ്ത് കർമ്മങ്ങളെ ശുദ്ധീകരിക്കുവാൻ ഈശ്വരസ്മരണ മാത്രമാണ് ഏക ഉപായം. അതല്ലാതെ ഈ മലയെ നശിപ്പിക്കുവാൻ സാധിക്കില്ല. വിക്ഷേപം എന്നാൽ മനസ്സിൻ്റെ അസ്ഥിരത എന്നാണ് അർത്ഥം. ഈശ്വരനാമം ജപിക്കുമ്പോൾ പോലും ചഞ്ചലമായ മനസ്സ് ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ചഞ്ചലമായ മനസ്സിനെ വിക്ഷേപത്തിൽ നിന്നും അകറ്റണമെങ്കിൽ കഠിനമായ പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. ഏകാഗ്രതയ്ക്കും അചഞ്ചലമായ മനസ്സിനും വേണ്ടി തീവ്രമായ സാധനകൾ അനുഷ്ഠിക്കണം. ഞാനീ ശരീരമാകുന്നു, ഞാൻ എൻ്റേത് എന്ന മമാകാരവും മമതയുമാണ് മായ എന്ന അജ്ഞാനമാകുന്ന ആവരണം. അഗാധവും വിവേകപൂർണവും ആയ ധ്യാനത്തിലൂടെ താൻ ഈ ശരീരമല്ലെന്നും ആത്മസ്വരൂപമാണെന്നും ഉള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ മായയുടെ ആവരണം അപ്രത്യക്ഷമാകും. തൻ്റെ ദിവ്യപ്രഭാഷണ വേളകളിൽ സ്വാമി ഭക്തജനങ്ങളെ ദിവ്യാത്മസ്വരൂപരെ, ദൈവാത്മസ്വരൂപരെ എന്ന് സംബോധന ചെയ്യുന്നത് മാലിന്യം, മല, വിക്ഷേപം, ആവരണം എന്നിവയെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയാണ്. തങ്ങളുടെ പൂർവകർമ്മങ്ങളുടെ ഫലം ഇല്ലാതെ ആക്കുന്നതിന് വേണ്ടിയാണ്. അവ അകറ്റി അവർ ആത്മസ്വരൂപങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് സ്വാമി വീണ്ടും വീണ്ടും ആത്മസ്വരൂപരെ, ദിവ്യാത്മസ്വരൂപരെ എന്ന് വിളിക്കുന്നത്. നാമസ്മരണയോടെ ശുദ്ധവും ആത്മീയവുമായ ജീവിതം നയിക്കുമ്പോൾ ഈ 3 കന്മഷങ്ങളും താനേ അകന്നു പോകും. ജയ് സായിരാം.